ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് ജോബ് അപ്ഡേറ്റ്സ് ആണ്. നിങ്ങളൊരു ബാങ്ക് ജോലിയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SBIയിൽ, അതുപോലെ തന്നെ IDBI ബാങ്കിൽ, അതുപോലെ തന്നെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ഒരുപാട് വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്ത ഒരു മാസമാണ് മെയ് മാസം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് SBIയിലാണ് കേട്ടോ. SBIയിൽ 2964 ഓഫീസേഴ്സിൻ്റെ ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സർക്കിൾ ബേസ്ഡ് ഓഫീസറുടെ 2964 ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഓൺലൈൻ അപേക്ഷ മെയ് 29 വരെയാണ് കേട്ടോ. വിവിധ സർക്കിളുകൾക്ക് കീഴിലായിട്ട് ജോലി പരിചയമുള്ളവർക്കാണ് അവസരം ഉണ്ടായിരിക്കുക. കേരളവും ലക്ഷദ്വീപും ഉൾപ്പെടുന്ന തിരുവനന്തപുരം സർക്കിളിൽ 116 ഒഴിവുകളാണ് ഉള്ളത്. ഏതെങ്കിലും ഒരു സർക്കിൾ ഒഴിവിലേക്ക് മാത്രം അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപേക്ഷകർക്ക് പ്രാദേശിക ഭാഷാജ്ഞാനം വേണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. യോഗ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും വിഷയത്തിലെ ബിരുദം അല്ലെങ്കിൽ അതിന് ഇക്വാലിറ്റിയാണ് പറഞ്ഞിട്ടുള്ളൂ. മറ്റ് പ്രൊഫഷണൽ യോഗ്യം നേടിയവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകളിൽ, റീജിയണൽ റൂറൽ ബാങ്കുകളിൽ ഓഫീസറായിട്ട് 2 വർഷ പരിചയം ഉണ്ടായിരിക്കണം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് SBIയിൽ ഓഫീസർ ആവാൻ വേണ്ടിയിട്ട് അവർ ചോദിക്കുന്ന കാര്യം, അല്ലെങ്കിൽ അവർ യോഗ്യത പറയുന്നത്. ഈ ഭാഷാജ്ഞാനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ ഔദ്യോഗിക പ്രാദേശിക ഭാഷയിൽ പ്രാവീണ്യം വേണം. അതായത് എഴുതാനും വായിക്കാനും സംസാരിക്കാനും മനസ്സിലാക്കാനും കഴിയണമെന്നുള്ളതാണ്. ഇനി പ്രായം പറയുകയാണെങ്കിൽ 2025 ഏപ്രിൽ 30-നും 21-നും 30 വയസ്സിനും ഇടയിലായിരിക്കണം എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് പ്രായപരിധി എന്ന് പറയുന്നത്. പട്ടികവിഭാഗത്തിന് 5-ഉം OBCക്ക് 3-ഉം ഭിന്നശേഷിക്കാർക്ക് 10 വർഷം ഇളവുണ്ട് കേട്ടോ. വിമുക്ത ഭടന്മാർക്കും ഇളവുണ്ടായിരിക്കും. സാലറി സ്കെയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ നമ്മൾ അട്രാക്ട് ചെയ്യുന്ന ഒരു സാലറി സ്കെയിലാണ്. 48,480 48,480 രൂപ തൊട്ട് 85,920 രൂപ വരെയാണ് സാലറി സ്കെയിൽ അവർ പറയുന്നത്. 48,480 to 85,920. ഓക്കെ, ഇതിൽ എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് എഴുത്ത് പരീക്ഷ ഉണ്ടായിരിക്കും, സ്ക്രീനിങ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്തുണ്ടായിരിക്കും, ഇൻ്റർവ്യൂവും ഉണ്ടായിരിക്കും. ജൂലൈയിലായിരിക്കും ഓൺലൈൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിവിടങ്ങളിലാണ് പരീക്ഷാ കേന്ദ്രങ്ങളുള്ളത്. ഫീസ് 750 രൂപയാണ്. പട്ടുവിഭാഗം ഭിന്നശേഷിക്കാർക്ക് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല, ഓൺലൈനിലൂടെയാണ് ഫീസ് അടയ്ക്കേണ്ടത്. അപേക്ഷാ ഫോം ഉൾപ്പെടെ വിശദ വിവരങ്ങൾക്ക് ഈ വെബ്സൈറ്റ് നോക്കിയാൽ മതിയാകും. HDPS ബാങ്ക് SBI എന്നുള്ള വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് SBIയിൽ എത്ര വാക്കൻസീസ് എന്ന് പറഞ്ഞത്? 2964 വാക്കൻസീസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടി പറയാം കേട്ടോ. ഓൺലൈൻ അപേക്ഷ എന്ന് പറയുന്നത് മെയ് 29 വരെയാണ്. കേരളവും ലക്ഷദ്വീപും ഉൾപ്പെടുന്ന തിരുവനന്തപുരം സർക്കിളിൽ എത്രയുണ്ട്? 116 ഒഴിവുകളാണുള്ളത്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി മാത്രമാണ് പറയുന്നുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ഇക്വാലിറ്റി പറയുന്നുണ്ട്. അത് അല്ലെങ്കിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്, ഏജ് ലിമിറ്റ് ഉണ്ട് അല്ലേ? ഏജ് ലിമിറ്റ് 21 വയസ്സ് ടു 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. സാലറി സ്കെയിൽ എത്രയാണ്? 48,480 to 85,920 വരെയാണ് ഇത് സാലറി സ്കെയിൽ പറഞ്ഞിട്ടുള്ളത്. ഓൺലൈൻ എക്സാം ആണ് ആദ്യത്തെ ഉണ്ടായിരിക്കുക, പിന്നെ സ്ക്രീനിങ് ഉണ്ടായിരിക്കും, അതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഓൺലൈൻ എക്സാം നടക്കുന്നത് എപ്പോഴാണ്? ജൂലൈയിലായിരിക്കും നടക്കുക. പിന്നെ എവിടേക്കാണ് പരീക്ഷാ കേന്ദ്രങ്ങളുള്ളത്? എവിടേക്കാണെന്ന് പറഞ്ഞത്? എല്ലാവിടെയും ഉണ്ട്. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ അല്ലേ? അപ്പോൾ ഇത്രയും പരീക്ഷാ കേന്ദ്രങ്ങളാണുള്ളത്. എത്രയാണ് ഫീസ്? 750 രൂപയാണ്. അപ്പോൾ വെബ്സൈറ്റ് എന്താണ്? HDPS bank.SBI എന്നുള്ളതാണ് അതിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2964 വേക്കൻസീസ് ഇൻ SBI. ഓക്കെ, അടുത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IDBI ബാങ്കിൽ കേട്ടോ. IDBI ബാങ്കിൽ 676 മാനേജർ പോസ്റ്റിൻ്റെ ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. IDBI ബാങ്കിൽ 676 ഒഴിവ്. ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് O തസ്തികയിലാണ് അവസരം. മെയ് 20 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. യോഗ്യത എന്ന് പറയുന്നത് 60% മാർക്കോടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദം, കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. പ്രാദേശിക ഭാഷ അറിയുന്നവർക്ക് മുൻഗണന എന്നും പറഞ്ഞിട്ടുണ്ട്. പ്രായം 20 to 25 വയസ്സാണ് ഇതിൽ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. പട്ടികവിഭാഗത്തിന് 5-ഉം OBCക്ക് 3-ഉം ഭിന്നശേഷിക്കാർക്ക് 10 വർഷം ഉയർന്ന പ്രായത്തിൽ ഇളവുണ്ടായിരിക്കും. വിമുക്ത ഭടന്മാർക്കും ഇളവുകൾ ഉണ്ടായിരിക്കും. യോഗ്യത, പ്രായം എന്നിവ 2025 മെയ് 1 അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും കണക്കാക്കുക. തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? ഓൺലൈൻ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക തെരഞ്ഞെടുപ്പ് നടക്കുക. അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഓൺലൈൻ ടെസ്റ്റ് എപ്പോഴാണ് നടക്കാൻ പോകുന്നത്? ജൂൺ 8-നാണ്.
ഓൺലൈൻ ടെസ്റ്റ് നടക്കാൻ പോകുന്നത് ജൂൺ 8-നാണ്. അതിൻ്റെ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ലോജിക്കൽ റീസണിംഗ് ഉണ്ടായിരിക്കും, ഡേറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടായിരിക്കും, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടായിരിക്കും, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും, ജനറൽ എക്കണോമിക്, ബാങ്കിങ് അവയർനെസ്, കമ്പ്യൂട്ടർ, IT എന്നിവ ഉൾപ്പെടുന്നതായിരിക്കും പരീക്ഷ എന്ന് പറയുന്നത്. ആലപ്പുഴ, കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിവിടങ്ങളിലാണ് പരീക്ഷാ കേന്ദ്രങ്ങളുള്ളത്. കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കും. വെബ്സൈറ്റിൻ്റെ അറിയാം, www.idbibank.in എന്നുള്ള വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇതിലെ ഫീസ് എന്ന് പറയുന്നത് 1050 രൂപയാണ്. പട്ടികവിഭാഗം ഭിന്നശേഷിക്കാർക്ക് 250 രൂപയാണ്. ഓൺലൈനായിട്ടാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞത് തന്നെ ഓൺലൈൻ ടെസ്റ്റ് ആണ് നടത്തുക. ഓൺലൈൻ ടെസ്റ്റ് എപ്പോഴാണ്? ജൂൺ 8-നാണ് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാവുക നമ്മൾ പറഞ്ഞല്ലേ. ഏതൊക്കെയാണ് ടോപ്പിക്കുകൾ? ഏതൊക്കെയാണ്? ലോജിക്കൽ റീസണിംഗ്, ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെയാണ് ബാങ്കിങ് അവയർനെസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ IT എന്നിവ ഉൾപ്പെടുന്നതായിരിക്കും പരീക്ഷ എന്ന് പറയുന്നത്. പരീക്ഷാ കേന്ദ്രങ്ങൾ എവിടേക്കാന്ന് പറഞ്ഞത്? എവിടേക്കാണ്? ഒന്നും കൂടി പറയാം. ആലപ്പുഴ, കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ. ഫീസ് 1050 രൂപയാണ്. ക്വാളിഫിക്കേഷൻ എന്താ പറഞ്ഞത്? 60% മാർക്കോടെ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടില്ല. SBIയിൽ നമ്മൾ പറഞ്ഞല്ലോ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ SBIയിൽ 21-30 ആണെങ്കിൽ ഇവിടെ പ്രായപരിധി എന്ന് പറയുന്നത് 20-25 വയസ്സാണ് കേട്ടോ. ഇനി അടുത്തത് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ആണ്. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ 400 ഓഫീസേഴ്സിൻ്റെ ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ ലോക്കൽ ബാങ്ക് ഓഫീസർ തസ്തികയിൽ 400 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. മെയ് 31 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. മെയ് 31 വരെ. തമിഴ്നാട്, ഒഡീഷ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, പശ്ചിമ ബംഗാൾ, പഞ്ചാബ് എന്നിവിടങ്ങളിലാണ് അവസരം ഉണ്ടായിരിക്കുക. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തേക്ക് മാത്രം അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, യോഗ്യത ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ നിന്നുള്ള അംഗീകൃത ബിരുദം മാത്രമാണ് യോഗ്യതയായിട്ട് പറയുന്നുള്ളൂ. പ്രായപരിധി പറയുന്നത് 20-30 വയസ്സിനിടയിലായിരിക്കണം എന്നുള്ളതാണ് പ്രായപരിധി പറയുന്നത്. പട്ടികവിഭാഗത്തിന് 5, OBCക്ക് 3, ഭിന്നശേഷിക്കാർക്ക് 10 വർഷം ഇളവുണ്ടായിരിക്കും. വിമുക്ത ഭടന്മാർക്കും ഇളവുണ്ടായിരിക്കും. ശമ്പളം SBIയുടെ സെയിം ശമ്പളമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അതായത് 48,480 തൊട്ട് 85,920 രൂപ വരെയാണ് സാലറി സ്കെയിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അപേക്ഷാ ഫീസ് കുറച്ച് കൂടുതലാണ്, 850 രൂപയുണ്ട്. SBIയിൽ എത്രയായിരുന്നു എന്നാണ് പറഞ്ഞത്? 750 രൂപയാണ്. 100 രൂപ കൂടുതലാണ് കേട്ടോ. IDBIയിൽ അല്ല, ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ 850 രൂപയാണ്. പട്ടികവിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 175 രൂപയാണ്. ഓൺലൈനായിട്ടാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഓൺലൈൻ പരീക്ഷയും അതുപോലെ തന്നെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുക. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.iob.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. അപ്പോൾ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ 400 ഓഫീസേഴ്സ്. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. SBIയിൽ 2,964 ഓഫീസേഴ്സ്, കേരളത്തിൽ 116 ഒഴിവുകൾ, യോഗ്യത ബിരുദമാണ്. അതുപോലെ തന്നെ IDBI ബാങ്കിൽ 676 മാനേജർ പോസ്റ്റുകൾ വന്നിട്ടുള്ളത്. അതിലെന്താണ് അവസാന തീയതി? IDBI ബാങ്കിൽ അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 20 ആണ്. യോഗ്യത എന്താണ്? ബിരുദം തന്നെയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ആണെങ്കിൽ www.idbibank.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ 400 വേക്കൻസീസ് അല്ലെ. യോഗ്യത ബിരുദം തന്നെയാണ്. അവസാന തീയതി മെയ് 31 ആണ്. അപ്പോൾ 29, 20, 31 തീയതികളിൽ ജോലി, അതായത് ബാങ്ക് ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ തീയതികൾ മറന്നു പോകരുത്. മെയ് 29, മെയ് 20, മെയ് 31 അല്ലെ. IDBI ബാങ്കിൽ മെയ് 20, SBIയിൽ മെയ് 29, ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ മെയ് 31. അപ്പോൾ ഇതൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റുകൾ എന്ന് പറയുന്നത്. സാലറി സ്കെയിലും വളരെ കൂടുതലാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ എന്താണ് മക്കളെ ചെയ്യേണ്ടത്? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.